വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യഗ്രഹ സമരം പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം എന്നാവശ്യപ്പെട്ടാണ് സമരം. മുഖ്യമന്ത്രി സംസാരിക്കുന്നു സമരവേദിയിൽ. ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് അവർ തുടരുന്നത്. ആ സമീപനത്തിന്റെ ഭാഗമായി നാം കണ്ടതാണ് കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളത്തെ പല രീതിയിൽ അവഗണിക്കുമ്പോൾ ആ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സമീപനങ്ങളെ പിന്താങ്ങാൻ കോൺഗ്രസും UDF-ഉം ഇവിടെ തയ്യാറായി. പാർലമെന്റിൽ അവരുടെ MP-മാര് അതേ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, ഇത്തരം പകപോക്കൽ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ എന്ന നിലയിൽ കേരളത്തെയും കേരള ഗവൺമെന്റിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണിത്. ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് ഇത്തരമൊരു പോരാട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെയും ജനതയുടെയും അതിജീവനത്തിൻ്റെ പോരാട്ടമായാണ് ഇതിനെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്യത്തിന് ഒട്ടേറെ കാര്യങ്ങളിൽ അഭിമാനം പകരുന്ന സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നാടുമാണ് കേരളം. ഇപ്പോഴും അത് അതേ രീതിയിൽ തുടരുകയുമാണ്. അപ്പോൾ ഭരണഘടനാപരമായി നമുക്ക് അർഹതപ്പെട്ട പലതും തട്ടിപ്പറിച്ചെടുക്കുകയാണ്. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ടതല്ല. പക്ഷേ സ്വന്തം കയ്യിൽ ഉള്ള അധികാരം അത് അമിതാധികാരമാണ് എന്ന് ധരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ തീർത്തും വിവേചനപരമായാണ് നമ്മുടെ അവകാശങ്ങൾ കവരുന്നത്, പിടിച്ചു പറിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ രീതിയിൽ ഇറങ്ങാൻ നാം നിർബന്ധിതമാകുന്നത്. ഇത്തരമൊരു അസാധാരണ സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ മാസം മുതൽ, ജനുവരി മുതൽ മാർച്ച് വരെ 3 മാസ കാലയളവിൽ സംസ്ഥാനത്തിന് വിനിയോഗിക്കാൻ ലഭിക്കേണ്ട തുകയുടെ പകുതിയിലധികമാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്.
ഈ അവസാനത്തെ 3 മാസം നമുക്ക് 12,000 കോടി രൂപയാണ് ലഭിക്കേണ്ടിയിരുന്നത്. നമ്മുടെ തനത് വരുമാനമുണ്ട്. ആ തനത് വരുമാനം കൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. ആ തനത് വരുമാനങ്ങളോടൊപ്പം നമുക്ക് വായ്പയും കൂടി എടുക്കേണ്ടതുണ്ട്. ഈ അവസാന മാസത്തെ ചെലവുകൾ തനത് വരുമാനവും എടുക്കുന്ന വായ്പയും കൂടിയുള്ള തുക ഉപയോഗിച്ചാണ് ചെലവഴിക്കേണ്ടത്. ഇതിലാണ് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ സമരവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും കേട്ടതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.